വ്യഭിചാരം തെറ്റാണ്, അത് ചെയ്യരുത്. വ്യഭിചരിക്കാൻ പോയവന്റെ ലിംഗത്തിൽ നിന്നും അശുദ്ധാത്മാവിനെ ആട്ടി പുറത്താക്കുകയാണ് പെന്തക്കോസ്ത് പാസ്റ്റർ. ദാ കണ്ടോളൂ. கர்த்தராகிய இயேசு கிறிஸ்துவின் அதிகாரமுள்ள நாமத்தில் இந்த பகுதியிலே ஒரு இச்சையை வைத்து வேசித்தனத்தையும் விபச்சாரத்தையும் செய்ய வைக்க திட்டமிட்ட ஆவியே, இந்த அசுத்த ஆவியை பிடுங்கி எடுக்கிறேன். കണ്ടല്ലോ, ഈ പണിക്ക് നിൽക്കുന്നവരെയൊക്കെ പിടിച്ച് പാസ്റ്ററുടെ മുന്നിലൊന്ന് കൊണ്ടു നിർത്തി ഒന്ന് കൈവച്ച് പ്രാർത്ഥിച്ചാൽ അവനിനി ജന്മം വ്യഭിചരിക്കാൻ പോയിട്ട് ഒന്ന് മുള്ളാൻ കൂടി പുറത്തോട്ട് പോവില്ല എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന കമന്റുകൾ. സംഗതിയൊക്കെ ശരിയാണ്, പക്ഷേ ഇതിലൊരു വിഷയമുണ്ട്. ഇത്തരം ബാധ ഒഴിപ്പിക്കാൻ അല്ലെങ്കിൽ രോഗസൗഖ്യം ലഭിക്കുമെന്നൊക്കെ പറഞ്ഞ് തട്ടിപ്പ് നടത്തുന്ന ചില തേപ്പ് പെന്തക്കോസ്ത് പാസ്റ്റർമാരും ഇക്കൂട്ടത്തിലുണ്ട്. ഈ അടുത്തിടെ ഒരു ദേവദാസൻ കുഞ്ഞുമോൻ എന്ന ഒരു പാസ്റ്റർ പിടിയിലായ വാർത്തകളും ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു. ആശുപത്രി കിടക്കയിൽ കിടപ്പ് രോഗിയായി കിടന്ന യുവതിക്കരികിൽ ചെന്ന് കൈവച്ച് പ്രാർത്ഥിച്ചതാണ് ഒടുവിൽ ഇപ്പോൾ കുഞ്ഞുമോൻ പാസ്റ്റർ റിമാൻഡിലാകാൻ കാരണം. യുവതിക്കരികിലെത്തി നേരിട്ടൊന്ന് കൈതൊട്ട് പ്രാർത്ഥിച്ചതാണ്. എന്നാൽ അത് ഇത്തിരി കൂടിപ്പോയി പാസ്റ്ററെ തട്ടി ജയിലിൽ വിട്ടു. ഇനി മറ്റൊന്ന് കൊറോണ സമയത്തുള്ള ഒരു സംഭവമാണ്. രോഗം വരാതിരിക്കാനായി സംഘടിപ്പിച്ച സുവിശേഷ യോഗത്തിൽ പങ്കെടുത്ത 9,000 പേർക്കാണ് കൊറോണ ബാധ പിടിച്ചത്. ഒടുവിൽ പാസ്റ്റർ ലീ മാൻ ഹീക്കെതിരെ ദക്ഷിണ കൊറിയയിൽ ഒരു കേസെടുത്ത വാർത്തകളും പുറത്തു വന്നിരുന്നു. അതായത് എല്ലാവരെയുമല്ല, പെന്തക്കോസ്ത് പാസ്റ്റർമാരിൽ ചില ഉഡായിപ്പ് ബലാത്സംഗ വീരന്മാരായ ചിലരാണ് മാന്യമായി മറ്റും ദൈവവേല ചെയ്ത് ജീവിക്കുന്നവർക്കിടയിൽ വില്ലന്മാരാകുന്നത്. ഒരിക്കലും ഒരു വിശ്വാസത്തിനും ഞങ്ങൾ എതിരല്ല, ഇത്തരം വിശ്വാസത്തിൽ ജീവിക്കുന്നവരെ ഞങ്ങൾ പറയുന്നതുമല്ല. എന്നാൽ ഇമാതിരി പണിയുമായി ജനങ്ങളെ പറ്റിച്ച് ജീവിക്കുന്ന ചിലരെ മാത്രമാണ് ഞങ്ങളിവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് മാത്രമല്ല, വിശ്വാസത്തിന്റെ പേരിൽ അരങ്ങേറുന്ന കൊടിയ ചൂഷണങ്ങളും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇക്കൂട്ടരാകട്ടെ രോഗം വന്നാൽ ചികിത്സിക്കില്ല, പകരം ദൈവത്തിൽ സമർപ്പിക്കും. എന്നാൽ ബൈബിൾ പോലും പറഞ്ഞിട്ടുണ്ട് വൈദ്യന്മാരെ കൊണ്ട് രോഗികൾക്ക് ആവശ്യമുണ്ട് എന്നത്. പക്ഷെ അതൊന്നും തന്നെ ഇവർ ചെവിക്കൊള്ളാറില്ല. രോഗം കർത്താവ് തന്നെ മാറ്റുമെന്ന വിശ്വാസത്തിലാണ് നടക്കുന്നത്. അത്തരത്തിൽ ഒരു സംഭവം പറയാം. സ്വർഗത്തിലുള്ള യേശുവിനെ കാണണമെങ്കിൽ മരണം വരെ പച്ചവെള്ളം കുടിക്കാതെ ഉപവസിക്കണം. ക്രിസ്ത്യൻ പാസ്റ്ററുടെ ഒരു ഉപദേശമാണിത്. ഈ ഉപദേശം കേട്ട വിശ്വാസികളാകട്ടെ പട്ടിണി കിടന്ന് മരണപ്പെട്ടു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ഒന്നും രണ്ടുമല്ല, സ്വർഗത്തിൽ പോകുമെന്ന വിശ്വാസത്തിൽ ഭക്ഷണവും വെള്ളവും ഉപേക്ഷിച്ച 67 പേരുടെ മൃതദേഹങ്ങളാണ് കെനിയയിൽ നിന്നും കണ്ടെടുത്തത്. കിഴക്കൻ കെനിയയിലെ ഷക്കാഹുല വനത്തിൽ നിന്നായിരുന്നു സ്വർഗത്തിൽ പോകുമെന്ന വിശ്വാസത്തിൽ പട്ടിണി കിടന്ന് ഉപവസിച്ച് മരിച്ചവരുടെ മൃതദേഹങ്ങൾ പോലീസ് കണ്ടെത്തിയതും. സംഭവത്തിൽ ഗുഡ് ന്യൂസ് ഇന്റർനാഷണൽ ചർച്ച് എന്ന പേരിൽ കൂട്ടായ്മയുണ്ടാക്കി മോക്ഷം പ്രാപിക്കുകയും സൃഷ്ടാവിനെ നേരിൽ കാണാൻ പട്ടിണി മരണം ഉപദേശിക്കുകയും ചെയ്ത പാസ്റ്റർ പോൾ മെക്കൻസിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഈ പാസ്റ്ററുടെ ചില ഭക്തരാണ് കുറ്റിക്കാട്ടിൽ ഉപവസിക്കാനായി കയറി ഒളിച്ചിരുന്നത്. 800 ഏക്കർ വനഭൂമിയിൽ നിന്നാണ് ഉപവസിച്ച് പട്ടിണി കിടന്ന് മരിച്ചവരുടെ മൃതദേഹങ്ങൾ പോലീസ് കണ്ടെത്തിയതും ഇവിടെ നിന്ന് നിരവധി പേരെ പോലീസ് രക്ഷപ്പെടുത്തിയെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. 112 പേരെ കാണാനില്ല എന്നായിരുന്നു മനുഷ്യാവകാശ സംഘടനയായ കെനിയൻ റെഡ് ക്രോസ് റിപ്പോർട്ട് ചെയ്തത്. ഒടുവിൽ ഇത്തരം മതസംഘടനകളെ കെനിയൻ പ്രസിഡന്റ് വില്യം റൂട്ടോ നിർത്തലാക്കിയെന്ന വിവരങ്ങളാണ് പിന്നീട് പുറത്തുവന്നത്. അതായത് ഇത്തരത്തിലുള്ള പാസ്റ്റർമാരും തീവ്രവാദികളും തമ്മിൽ വ്യത്യാസമില്ല എന്നാണ് കെനിയൻ പ്രസിഡന്റ് പറഞ്ഞത്. തീവ്രവാദികൾ അവരുടെ ഹീനമായ പ്രവൃത്തികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ മതം ഉപയോഗിക്കുന്നു. എന്നാൽ ഇത്തരം പാസ്റ്റർമാരാകട്ടെ മതം ഉപയോഗിക്കുന്നത് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. നേരത്തെ തന്നെ 2 തവണയാണ് ഈ പാസ്റ്റർ അറസ്റ്റ് ചെയ്യപ്പെട്ടത്. 2019 ഇത്തരത്തിൽ പട്ടിണി കിടന്ന് 2 കുട്ടികൾ മരിച്ച കേസിൽ ഈ പാസ്റ്ററെ അറസ്റ്റ് ചെയ്തിരുന്നു. അന്ന് വ്യക്തമായ തെളിവുകൾ ലഭിക്കാതെ വന്നതോടെ പാസ്റ്റർ വീണ്ടും ജയിലിന് പുറത്തേക്കിറങ്ങി. വീണ്ടും അദ്ദേഹം ഇത്തരം പ്രവൃത്തികളൊക്കെ നടത്തി വന്നതിനിടെയാണ് വനത്തിലെ കൂട്ടക്കുഴിമാടങ്ങളിൽ നിന്ന് കൂടുതൽ മൃതദേഹങ്ങളൊക്കെ കണ്ടെത്തിയത്. ഇതോടെയാണ് പാസ്റ്റർ വീണ്ടും അഴിക്കുള്ളിലായ വാർത്തകൾ പുറത്തുവന്നത്. അതായത് മതസ്വാതന്ത്ര്യത്തെ ഭരണകൂടം ബഹുമാനിക്കുന്നുണ്ടെങ്കിലും പ്രാകൃതമായ ആചാരങ്ങളിലേക്ക് ജനത്തെ തള്ളിവിട്ടവർ കഠിനമായ ശിക്ഷ അനുഭവിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പാസ്റ്ററെ വീണ്ടും പോലീസ് അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.